സാർ സബ് കുച്ച് ടീക്ക് ടീക്ക്. ആ നീ എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത്? എനിക്ക് എന്തെല്ലാം ജോലി ഉണ്ടാക്കണം. നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം നടക്കുന്നത്? ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അറിയാം. ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ് നടക്കുന്നത്. നിങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞു ചെല്ലിയോടെ നീ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അറിയാം. ഞാൻ കൊടകാവിടെ നിന്ന് നല്ലൊരു സാരി മേടിച്ചോണ്ടല്ലേ വരത്തുള്ളൂ. ഈ വീട്ടിലുള്ള ആൾക്കാരെല്ലാം പുതിയ സാരി കൊടുക്കുമ്പോൾ ഞാൻ മാത്രമേ കൂടെ ചുരിദാർ ഇട്ടുകൊണ്ട് നിൽക്കുവാ. പൊന്നു റോസ്മരി, ഈ വീട്ടിലുള്ളവരെ ചടങ്ങാന്നോ? അപ്പൊ അവര് പുത്തൻ കൊടുത്തിട്ട് നമ്മള് വിരുന്നുകാരല്ലേ? അല്ല, ഞാൻ വിരുന്നുകാരിയാണോ? അപ്പൊ എന്നെ അല്ലേ എല്ലാവരും ശ്രദ്ധിക്കത്തുള്ളൂ. എന്നെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പൊ എനിക്കൊരു പുതിയ സാരി നിങ്ങൾ മേടിച്ച് തന്നേ പറ്റും. ശരി, തിരിച്ചു പോകുമ്പോ സാരി മേടിച്ചു തരാം. ഇത് സദ്യക്ക് മുമ്പ് സാരി അല്ല, ഇത് ഇവിടെ പറഞ്ഞ എവിടെ എത്തി? അപ്പടുത്തെത്തി. അവിടെ 30 എഴുതിട്ട് റൗണ്ട് വേണം. അവിടെ ലെഫ്റ്റ് സൈഡിലെ ഞാൻ ഇവിടെ നിൽക്കണ്ട്. അതിനുള്ള ഏർപ്പാട് ഇങ്ങോട്ട് വന്നോളൂ. ശരി ശരി. ശരി ശരി ശരി. ഓ എല്ലാം പറഞ്ഞു. എത്തി. വാ വാ വാ. ഞാൻ വിളിക്കാം. ഫോൺ വെക്കടാ. എന്ത് വാര് വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് പറഞ്ഞ സമയത്ത് എത്തുന്നു ഞാൻ പറഞ്ഞു. എന്താ വൺവേ തിരിയും. ചോരം കറിയും വെക്കാൻ പറഞ്ഞ ആളല്ലേ? പിന്നെന്താ അതിന് ഇത്ര വെള്ളം വെക്കേണ്ട കാര്യമൊന്നും. എന്ത് ചുമ്മാ പഴയ എത്തിയില്ലേ കാര്യം നടക്കൂടാ. അയാൾ കറക്റ്റ് സമയത്ത് എത്തും പറഞ്ഞ പിന്നെ വെള്ളം വെക്കാം. അതാണ്ട പാചകക്കാർ സാധനം കെട്ടിയാട്ടല്ലേ വരാനുള്ളത്. കറക്റ്റ് സമയത്തിന് എത്തിയില്ലേ. ഇതാണ് രുചിഭേദങ്ങളുടെ കൂട്ടുകാരൻ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് മലയാളികളുടെ മനസ്സും വയറും നിറച്ച പാചക ശ്രേഷ്ഠ ശ്രീ കൈപുണ്യം വാര്യൻ. ഇത് ചേച്ചിയുടെ മകൻ, പോലീസിലാ, കനകൻ. ഇത് മരുമകൻ, രാഷ്ട്രീയത്തിലാ. പൊളിറ്റീഷ്യൻ. ഓ, ഏതാ പാർട്ടി? DDT. ഞാനിതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. അല്ല, ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് പാർട്ടി ഓഫ് ട്രാവൻകൂർ. അതാണ്. അതൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്ന ഉറുമ്പോടി എന്ന്. നമുക്ക് അങ്ങോട്ട് വന്നോളൂ. ഇയാള് ശരിയാവൂല കേട്ടോ. വന്നപ്പോഴേ അലമ്പാണ്. എന്നെ ചൊറിയാൻ നിൽക്കലെന്ന് പറഞ്ഞാൽ അയാളെ മോൻ തന്നെ കണ്ടില്ലേ ഒരുമാതിരി അടി പിടിച്ച് അവിയല് പോലെ. എന്തോന്നായിരുന്നു നല്ലതായിരുന്നു. പുഷ്പ ചിരിച്ച് തന്നെ ആദ്യം വന്ന് ഇറങ്ങുമ്പോ തന്നെ പുഷ്പ കാര്യങ്ങൾ. അതെ, ചുമ്മാ വാര് വന്നൂട്ടോ. ഈ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാം. ചേച്ചിയെ വന്നതാണ് പാചകത്തിന്. ഇങ്ങോട്ട് വാ. ഈ അമ്മയുടെ ആവും സപ്തതി. അതെ, ചേച്ചിയുടെ. ഒരു 100 വർഷം കൂടെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിച്ചിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ആരോഗ്യം വേണം. അപ്പൊ കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചിട്ടില്ലേ ഗിരിയെ? എല്ലാം റെഡിയാണ്, പറഞ്ഞ പോലെ റെഡി. ചോദിക്കണൊക്കെ കിട്ടേണ്ട അടുത്ത് കറക്റ്റ് ആയിട്ട് കിട്ടണം. കിട്ടും. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പ്ലാമ്പറം ഉണ്ടോ? ലാവിന്റെ വർഗാണല്ല. ഉണ്ടോ? സദ്യ വാഴയില തന്നെ വേണം. പിന്നെ പ്ലാവലയിൽ ആരെങ്കിലും സദ്യ വേണം കൂടെ. വാഴലാണ്. വാഴത്തോട്ടം എനിക്കുണ്ടല്ലോ. വാഴ ഇഷ്ടം പോലെ വാഴലേ. പിന്നെ സദ്യക്ക് ഇടയ്ക്ക് വെച്ച് ഇല തീർന്നപ്പോ പേപ്പർ ഇല വിളമ്പി അന്ന് ഉരുളിയും കമിഴ്ത്തി വെച്ച് ഇറങ്ങിയവനാ ഈ വര. എവിടെന്ന്? എന്റെ വീട്ടിൽ നിന്ന്. വേറെ എവിടെയെങ്കിലാണ് വിവരം അറിയില്ല. അല്ല, ഇപ്പൊ ഇല തീർന്നു പോയാ പിന്നെ എന്ത് ചെയ്യാനാ? അപ്പ വിളമ്പ് നിർത്തണം. ഇലക്കുള്ള ആളെ വിളിക്കാവൂ. അതെ, ഞാൻ പറഞ്ഞ പുഷ്പനെ വിളിച്ചാൽ മതിയായിരുന്നു. ചുമ്മാ എന്താ പറഞ്ഞ? ഇല്ലില്ല, എല്ലാം റെഡിയാണെന്ന് പറയാറ്. എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. പന്തലാരായിട്ടെ? പന്തല് ഷാമിയാന ഷാബു എന്ന് പറഞ്ഞ ഒരു വലിയ പന്തലുകാരനാണ്. കേട്ടിട്ടുണ്ടാവും. ആരുടെ ഏർപ്പാടാ? എന്റെ ഏർപ്പാട് എന്റെ സുഹൃത്താണ്. അപ്പൊ താൻ ആ പുഷ്പന്റെ ആളാ? പുഷ്പന്റെ കമ്മീഷൻ പോയി അല്ലേ? മാത്രല്ല, പിന്നെ വിളമ്പാനൊക്കെ ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ആളെ കൊണ്ടുവരാറുണ്ട്. വിളമ്പാണ്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് വിളമ്പാലോ എന്ന് എഴുതിട്ടാ. പിന്നെ വിളമ്പാനും പഠിക്കണം എന്ന ശാസ്ത്രം അല്ലേ അമ്മേ? അതെ അതെ, നമ്മള് പഴമക്കാർക്ക് ഇതൊക്കെ അറിയൂ. പുതിയ പിള്ളേർ ഇവിടെ കഴിക്കാൻ വരും. ഇലയുടെ എങ്ങനെയൊക്കെയാ അവിടെ നിക്ക. അല്ല, പണിയുണ്ട്. ഇലയുടെ ഇടതുവശത്ത് മീനം മേടം രാശി മുതൽ വലത്തോട്ട് വിളമ്പണമത്രേ. തൊടുകറികൾ മീനം രാശിയിലും അവിയൽ, തോരൻ, ഓലൻ മുതലായവ മേടൻ രാശിയിലും വിളമ്പണമത്രേ. സത്വരജോ ഗുണമുള്ള കറികൾ സമ്മിശ്രമായും മധുരം ഇടകലർന്നും വിളമ്പിയാലേ സദ്യ
കഴിക്കുന്നതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. നമ്മള് അറിഞ്ഞിരിക്കണം. റൊണാൾഡിനോട് പറയണ പോലെ എല്ലാവരോടും രാശിയുള്ളവർക്ക് നല്ലപോലെ കഴിക്കാം. എന്നാ പിന്നെ പിന്നെ നമുക്ക് അങ്ങോട്ട് പാചകം നിങ്ങൾ നടക്കട്ടെ, കാര്യങ്ങൾ. ബാക്കി ആരെല്ലാം നോക്കിയോ? ബാക്കി ആരെല്ലാം? സംഭാരം അതെ അതെ തങ്കം ഒരു സംഭാരം എടുത്തിട്ടേ അങ്ങോട്ട് വാ. അങ്ങോട്ട് നടക്കാം. ആ നാരകത്തിന്റെ എല്ലാം കൂടി ഇട്ടോളോ, ചതച്ചിട്ടോളൂ കേട്ടോ. ആ. വാ. ഗോതരം വിദാക്ഷം ഗോതരം ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ അനന്തായ നമഃ. ഓം ശ്രീ ദേവാനാം ച ഋഷീണാം ച ഗുരും സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണതോസ്മ്യഹം. കേട്ടോനെ പറയുന്ന വാക്കിന് വില വേണോടാ. വേറെ കുഴപ്പമില്ല. ഇങ്ങനത്തെ നിർത്തിക്കോളും നാടൻ കെട്ടവനെ. നീ അല്ലേ 100 രൂപ ഏൽപ്പിച്ചിട്ട് 140 ഏർപ്പാട്ടാവും. എങ്ങനെ അവിടെ വെച്ച് 100 രൂപ സമ്മതിച്ചിട്ട് ഇവിടെ വന്നപ്പം 140 രൂപ ചോദിക്കാൻ അത് ന്യായമാണോ? നല്ല ഐശ്വര്യ ദേവത വന്നു. അത്രയും കൊടുക്കണോ? കൊടുക്കണം അത്ര ഇവിടെ ഒന്ന് അടങ്ങടി, ഒന്ന് ഒതുക്കടി. ഞാൻ പറഞ്ഞോളാം. ചുമ്മാ നടന്നു. രണ്ടുപേരും ഒരേ ഡ്രസ് അതെ ശരിയാ. റോസ് ചേച്ചിക്ക് മക്കളർ തന്നെ. എന്തൊരു അഹങ്കാരം വെക്ക്. ഒന്നും പറയല്ലേ. സുഖമാണോ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു മക്കളെ. എന്താ താമസിച്ചത് വരെ? താമസിച്ചതേ ഈ ആട്ടോ അവിടെ വന്ന് കുറച്ചു നേരം താമസിച്ചു. അവിടെ ആട്ടോ ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഉപ്പാട് വന്നു മക്കളെ. അച്ഛന്റെ വലിവൊക്കെ മാറിയല്ലേ? വലുവൊക്കെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്കൊന്ന് പൊങ്ങും. ആയുർവേദം കൊണ്ട് കാണിച്ചു. അതുകൊണ്ട് അച്ഛന്റെ വലുവൊക്കെ വെച്ച് കുറഞ്ഞു. അവിടെ ആട്ടം ഇല്ലായിരുന്നില്ല, ഇവിടെ നല്ല ആട്ടായിരുന്നു. ആ കേട്ടു ഞങ്ങള്. ഓട്ടോകളെ വന്ന വണ്ടിയുടെ കാര്യം പറഞ്ഞു. വാ വരിക വാ. അതിരിക്കട്ടെ ഇവള് അവിടാന്നോ അതോ അവിടാന്നോ? ഞാൻ ലവടാണ്. ആ എന്നാ പിന്നെ നമുക്ക് ഇതിലേക്കും കയറാം. ഇവിടെ കയറിയാൽ ഇവിടെ മതി. അമ്മ എവിടെ? അമ്മ അകത്തുണ്ട്. ശരി റൊണാൾഡേ ഇಲ್ಲಿಂದ ಜಾಸ್ತಿ ಜನ ಬಂದಿದ್ರು. ഒത്തിരി ആളുകളുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ അങ്ങോട്ട് പോകും. ഇവിടെയാണ് ഫംഗ്ഷൻ, ഇവിടെയാണ്. Happy birthday, happy birthday. ഞാൻ ഈ ഹേർട്ടൊക്കെ ഉണ്ടാക്കി. സയ്യ ഉണ്ടാക്കിയാണത്. കഴിവുണ്ട് എല്ലാവർക്കും. നിന്റെ നോക്കട്ടെ. എന്റെ അല്ലാമോ എഴുതിയോ? ഞാൻ ഇനി എഴുതാണ്ടിരിക്കും. സൂപ്പറായിട്ട് എഴുതണേ. ഞാൻ എല്ലാം എഴുതി എന്നിട്ട് ഞാൻ നല്ലത്. 3 പേരും കൊള്ളാം. നോക്കട്ടെ. നോക്കട്ടെ. ആ അടിപൊളി. ഇതാണ് എനിക്കിഷ്ടം. ഇതാ ആ ഇത് 3 അത് അത് പറ്റൂല. ഇത് 3 കൊള്ളാം. സെറ്റ് ബുദ്ധിയുള്ള എന്തൊരു ബുദ്ധിയാ ചേച്ചിക്ക്. ചേച്ചി എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നേ? ഞാനോ? ഞാൻ ഇന്നലെ ഒരു കാർഡ് മേടിച്ചു. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി എല്ലാം പറഞ്ഞില്ലേ ചേച്ചിയുടെ അയ്യോ ഇല്ല, അപ്പോഴല്ലേ നിങ്ങക്ക് ഞാൻ ഇത് മേടിച്ചോണ്ട് വന്ന്. എടി നല്ലു, ഏറ്റവും നല്ലത് ഈ ഗിഫ്റ്റ് കൊടുക്കണം ഇങ്ങനെ. എനിക്ക് പിന്നെ സമയമില്ലാഞ്ഞിട്ട് ആരോ എഴുതി വെച്ച എന്തോ ഞാൻ എടുത്തോണ്ട് വന്ന്. നിങ്ങൾക്കാകുമ്പോ സ്വന്തമായിട്ട് അമ്മൂമ്മയുടെ അടുത്ത് പറയാനുള്ളതൊക്കെ എഴുതിക്കൂടെ? അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇതായിരിക്കും. നമുക്കും കൂടെ വാങ്ങിക്കാം. എടാ അത് ആരും എഴുതിയതല്ലേ, ഇതാകുമ്പോ നോക്ക് എൻ്റെ അമ്മൂമ്മയ്ക്ക്. അപ്പൊ അമ്മൂമ്മയുടെ സന്തോഷം ഒന്ന് ആലോചിച്ച്. എനിക്ക് സമയമില്ല. ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാം നിങ്ങളെ കുറച്ച് നേരത്തേക്ക്. നല്ലത് ഇത് ഒട്ടിച്ച സയ്യു. ഇത് ഒട്ടിക്കാൻ വേറെ പൂവല്ലേ ഇരിപ്പുണ്ടോ?
ഇവൾക്കെടുത്ത് കൊടുക്ക്. പിന്നെ വേറൊരു സാധനവും ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തുവാ? സർപ്രൈസ്. അതുകൊണ്ട് ഇത് സർപ്രൈസ് ഗിഫ്റ്റാ. കാർഡ് പോലും നിങ്ങളടുത്ത് പറയണ്ടല്ല. ഞാൻ കാർഡ് കൊടുത്തിട്ട് അമ്മമ്മയ്ക്ക് മാത്രം. അപ്പൊ നോക്കാം. നിങ്ങൾ കൊടുക്കണ്ട, നാളെ കണ്ടാ മതി. സർപ്രൈസാ, പറയരുത് അമ്മമ്മ അടുത്ത്. സ്പെഷ്യൽ അല്ല, ഭയങ്കര സ്പെഷ്യലാ. നാളെ കാണാം. സയ്യു, നാളെ കാണാം. പെട്ടെന്ന് ചെയ്യണേ, നാളെയാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ വാ വാ വാ. ഇത് എന്തു അമ്മാവ, ഇത് സെറ്റപ്പേ മാറി, വീടങ്ങ് മാറിപ്പോയല്ലോ. അമ്മയുടെ ശബ്ദത അപ്പൊ അടിച്ചങ്ങ് പൊളിക്കാൻ തീരുമാനിച്ചു. പൊളിക്കാവല്ലേ? നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? ഉച്ചയ്ക്ക് തൊട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കായിരുന്നല്ലോ ക്ലീറ്റ്. അത് ഇവൻ വരണ്ടേന്ന്. ഇവനെക്കാത്ത് എത്ര നേരം ഞാൻ പോസ്റ്റ് ആയെന്ന് അറിയാമോ? എന്ത് സമയത്തോടെ ഞാൻ വന്നത്? അപ്പൊ എങ്ങനെയുണ്ട്? ക്ലീറ്റ് എവിടെ പോയി? ക്ലീറ്റും കനകനും കൂടിയിട്ട് അങ്ങോട്ട് ചാലയിൽ പോയിരിക്കുക. എന്തൊക്കെ 3-4 സാധനം കൂടി എടുക്കാണ്ട് അത് മേടിക്കാൻ വേണ്ടി അവർ വരും. നിങ്ങൾക്ക് ഇപ്പൊ പണിയല്ലേ വേണ്ടു? വാ, നിങ്ങളെ കാത്തിരിക്കായിരുന്നു അവിടെ. അവിടെ നമ്മുടെ വാരര് വന്നിട്ടുണ്ട്. വാ, പാചകക്കാരൻ. ആ എന്നാ തൈരരിക്കാൻ എടുക്കാം കേട്ടാ. പിന്നെ ഒരു കാര്യം ചെയ്, വരേ. ഓരോരുത്തർ വന്നോണ്ടിരിക്കുക. വാ. നേരത്തെ പറഞ്ഞില്ലേ മറ്റേ വിളമ്പാനൊക്കെ ആൾക്കാരുണ്ടോന്ന്? അതൊക്കെ ഇവരെ അതിൽ പെട്ട ആൾക്കാരെ. ഇനി എന്താവശ്യത്തിന് ഇവരെ വിളിച്ചാൽ മതി. നമ്മുടെ വാർഡ് മെമ്പറാണ്. ഞാൻ പരിചയപ്പെട്ടില്ല. ക്ലീറ്റോന്റെ പാർട്ടിയിലെ ആകെ ഒരു മെമ്പറാ. അതിനും മെമ്പറൊക്കെ ഉണ്ടല്ലോ. ഞാൻ നടരാജൻ, DDG പാർട്ടി ഒരു മെമ്പറാണ്. ഞാൻ ജയിച്ച് പ്രധാനമന്ത്രിയാവാൻ നിൽക്കുന്ന ആളാണ്. ആരാ? പ്രധാനമന്ത്രി. അപ്പൊ എന്ത് സഹായിച്ചാ ചെയ്തു കൊടുത്തോ? ഓ പിന്നെന്ത്, ഇവര് ചെയ്ത് വെള്ളയൊക്കെ ഇട്ട് വെള്ളം പ്രശ്നമല്ല. കരിയും പുകയിടക്ക് അത് കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ വിളിച്ചോണ്ട് വാടോ. ഇവര് നിന്നോളൂ. എന്റെ സ്വഭാവം മാറ്റരുത്. അങ്ങനെയല്ല വരെ അവര് ചെയ്തോളും. ചെയ്തു. പിന്നെ വിറകൊക്കെ എടുക്ക്. വിറക് എടുത്തു കൊടുക്കും. വിറകൊന്നും എടുത്തു കൊടുക്കും. എന്നാ ഞാൻ പോയി എടുക്കാം. എന്നാ ഒരു കാര്യം ചെയ്, ഇവരെ കൊണ്ട് പറഞ്ഞ അച്ചാറിനുള്ള മാങ്ങ നിറയാൻ ഇരിപ്പില്ലേ, പച്ചമുളകൊക്കെ ഇരിപ്പില്ലേ, നൈസായിട്ട് അരിയട്ടെ. കൊണ്ടുപോക്കോളൂ. അതായിരിക്കും അപ്പോഴേക്കും വേറെ പണി പറയൂ കേട്ടോ. ഇനി വരിക, തുടച്ചത് റെഡിയാക്കി എടുക്കാം. പിന്നെ കാളനുള്ള പൈനാപ്പിളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നോക്കണം കേട്ടോ. മാങ്ങ ആദ്യം അരിയണോ നാരങ്ങ ആദ്യം അരിയണോ? എന്താ വിളിച്ചേ? എന്തോ ചോദിച്ചേ? മാങ്ങ ആദ്യം അരിയണോ നാരങ്ങ ആദ്യം അരിയണോ? അത് വേണ്ട, ഞാൻ അറിഞ്ഞോളാം. അരിയോ? അറിയാം. അപ്പൊ ഞാൻ പറയണ ഇവിടെ തേങ്ങ ഇടയ്ക്ക് വന്ന് നിന്ന് വെള്ളം ഉണ്ടാക്കണം. മക്കളെ അവിടെ മുറ്റത്തൊന്ന് കളിക്കാൻ ഒരേ അളവിന് എറിയണം. കൊണ്ട് കിടത്ത് ചെല്ലു കൊണ്ടുപോയി കത്തിട്ട് തക്കട് പോയി കിടന്നടാ കൊണ്ട് കിടക്കും. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ ആൾക്കാരെ കൊണ്ടുവന്ന് സുഖമായിട്ട് ഇത് പാചകം ചെയ്യാനായിരുന്നു. നിങ്ങൾ പറഞ്ഞു ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്, ഞങ്ങളെല്ലാം കൂടെ ചെയ്തോളാം. ചെയ്യല്ലേ? ഒരു കണക്കിന് നന്നായി. എല്ലാരും കൂടെ വട്ടത്തിയിരുന്ന് പുരാണമൊക്കെ പറഞ്ഞ് പഴംപുരാണമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അരിഞ്ഞ് അതൊരു സുഖ. നിങ്ങളിത് അരിഞ്ഞിവിടെ കൊണ്ടുവരുമ്പോ ഞാനത് പാചകം ചെയ്യുമ്പോ രുചി ഇച്ചിരി കൂടുകയും ചെയ്യും. ഈ അടുത്തെങ്ങും ഗിരിയേ ഇത്തരം ഒരു കുടുംബം ഞാൻ കണ്ടിട്ടില്ല. വല്ലവനും വല്ല അഴുകിയത് പുഴുകിയത് വെട്ടിക്ക് പുഴുകിക്കൊണ്ട് തരും. അതെല്ലാം കൂടെ വട്ടത്തിരുന്ന് കോരിയിട്ട് തിന്നച്ച് കുറ്റവും പറഞ്ഞിട്ട് 4 മണിക്ക് പോകും. അപ്പൊ അതല്ല, ഇത് ഒരു നിങ്ങളെല്ലാരും അങ്ങോട്ട് പിരിയുമ്പോ ഈ ഒരു സന്തോഷവും
ഈ ഒരു സ്നേഹവും ഒക്കെ ഈ അന്തരീക്ഷത്തിലുണ്ടാവും. അപ്പൊ ശരി. എന്റെ കുഞ്ഞപ്പച്ച ഭയങ്കര മഞ്ഞാണ്, അകത്തങ്ങണം പോയിരി. നിന്റെ തോളൊക്കെ എറിയുന്നുണ്ടൊന്നും അല്ലല്ലോ ഞാൻ കുറയ്ക്കുന്നത്. ഓ എന്തെങ്കിലും നമ്മൾ തലപ്പരം ഒന്ന് പരിചയപ്പെടാൻ അങ്ങ് പോയി ഇല്ലെങ്കിൽ എന്റെ 2 മക്കളുടെയും കല്യാണം ഞാൻ അങ്ങടങ്ങ് ഏൽപ്പിച്ചാനെ. അങ്ങനെ അടുത്തോട്ടങ്ങ് ഏൽപ്പിച്ചാനെ. എടാ രായപ്പ, കുക്കർ വല്ലതും ഗ്യാസ് വെച്ചിട്ടുണ്ടോടാ? ഇല്ല, കുക്കറൊന്നും വെച്ചിട്ടില്ല. ഇല്ല. പിന്നെ അയ്യോ, ഇപ്പൊ കളക്കി ഒരു ചടങ്ങ് വേറെ നടക്കുമല്ലോ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ എന്തിനാണ് ഈ മഞ്ഞും ചൂടും ഒക്കെ കൊണ്ടുകൂടെ നിൽക്കണേ? നിങ്ങൾ അകത്തെങ്ങാനും പോയിരിക്കും. ഡേയ് എന്നോ DDT ഇങ്ങോട്ട് വാ. ഞാൻ ഒരു കാര്യം പറയാം, പുഷ്പനായിരുന്നു നല്ലത്. പുഷ്പനാണെങ്കിൽ നമുക്കൊന്നും ഇതൊന്നും ചെയ്യണ്ട, നമുക്കെല്ലാം സന്തോഷമായിട്ടിരുന്ന് കഥ പറഞ്ഞ ഇത് 10 ആളെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞാ നമ്മളെല്ലാരും കൂടി ചെയ്യാ പറഞ്ഞോ. സാധാരണ ഉണ്ടല്ലോ ഈ കൈപ്പുണ്യം എവിടെ ഒറ്റയ്ക്ക് പോവാറില്ല, അയാളുടെ ആൾക്കാരായിട്ടാ പോവാറ്. ആ മരുന്നിന്റെ വായിലടിക്കുന്ന സ്പ്രേ വലിവ്. അയ്യോ വലിവ്. ഇത് ഈ ചൂടും മഞ്ഞും ഒക്കെ കൊണ്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ട്. ഇത് അങ്ങോട്ട് കയറി പോകാൻ വല്ല കാര്യമുണ്ട് അവിടെ ചെന്നിരുന്നോണ്ട് വലിക്കേണ്ടത്. നീ കേറി വാ മനുഷ്യാ. ഇങ്ങോട്ട് വാ. അങ്ങോട്ട് ചെല്ല, അല്ലേ ചേച്ചി വലിപ്പിക്കും. ശരി, പോ. കൊച്ചപ്പനെ കൊണ്ടുകിടത്തി ഉറക്ക കുഞ്ഞമ്മച്ചി. എന്ത് ചെയ്യാനാടാ? ഞാൻ തൊട്ടിലേക്ക് കേട്ടാൻ പറ്റുമോ? ഇങ്ങനെ അടുത്ത് ഉറങ്ങാൻ ഞാൻ നേരത്തെ പറഞ്ഞത് 7 മണി അടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞത്. ഇനി വരണം അല്ലേ? തൊട്ടില് കെട്ടണ്ട. എന്തിനാ അവിടെ പോയിരിക്കണേ? എനിക്കറിയത്തില്ല. അച്ഛാ, ഇത് ഹേൾഡർ അടിച്ചില്ലേ? അയ്യോ, അതാ ജനലേലെടുത്ത് പോയത്. നിങ്ങൾ ഇത്തിരി കീഴോട്ട് ചെന്ന് കയറാൻ പോയത്. അമ്മച്ചി എന്തോർത്തോണ്ട് ഇറങ്ങിയേ? എനിക്കറിയാം 7 മണിക്ക് അടിക്കേണ്ട മരുന്ന് ഞാൻ എടുത്ത് കൈ കൊടുത്തിട്ട് ഞാൻ അതിലിറങ്ങി പോയില്ല കൂടെ. അമ്മച്ചി അതാ കഷ്ണരി, ദൈവത്തെ ഓർത്താ കഷ്ണരി. പെട്ടെന്ന് ഒഴുക്കി കേട്ടോ, മാറിയെന്ന് അടിക്കുന്നതാണ് അടിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒഴിക്കണം. വെള്ളം പറ, വെള്ളം വെള്ളം ഇറക്കാം. വെള്ളം ഇല്ലടാ. നിങ്ങളിത് എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്? എന്താ പരിപാടിയാണ്? ഇന്ന് നാളായിട്ട് ഈ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കാൻ പോകുമല്ലോ. ഇവിടെ ആരും കഴിക്കാത്തവരല്ലോ. ഞാനും കനമച്ചമ്മയും ക്ലീറ്റമച്ചും എല്ലാവരും നിങ്ങൾ അത്രയുള്ള കുപ്പി അടിക്കുന്നതിനാണ് ഞങ്ങളെല്ലാം ആ പരിപാടി മാറ്റി വെച്ചേക്കുക. ഇവിടുത്തെ അമ്മയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു കനമച്ചമ്പ് ഒരു കുപ്പി എടുത്ത് വെച്ചാൽ നമുക്ക് എല്ലാവരും കഴിക്കാൻ വേണ്ടി. നിങ്ങളെ ഇവിടെ കലവറയിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ നിങ്ങൾ ഈ വന്ന് കാണിക്കുക ശരിയാണ്. റോണാളുടെ രാത്രി മുഴുവൻ ഉറക്കം ഒഴിയാനുള്ളതല്ലേടാ. ഞങ്ങൾ ഉറക്കൊഴിയുന്നതാണല്ലോ. ക്ഷീണമല്ലേ, അതുകൊണ്ട് 2 അടിച്ചതാ. എന്തോ അടിക്കുന്നത്? അത് ശരിയായില്ല. നിങ്ങളൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ക്ലീറ്റമച്ചം ഇങ്ങോട്ട് വിളിച്ചു. മച്ചൻ പറഞ്ഞ് ഞങ്ങൾ 2 പേരെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു. നീ ഓർമ്മ അടിക്കുന്നേ. എനിക്ക് വേണ്ട, ചുമ്മാ എനിക്ക് വേണ്ട. ഞങ്ങളിത് വേണ്ടാന്ന് വെച്ചേക്കോ ഈ 2-3 ദിവസത്തേക്ക്. കുട്ടേ, നീ എന്ത് ചെയ്യണം? നിനക്ക് ചെയ്യാവുന്നില്ലേ? ഇതറിയാമോ? എനിക്ക് 18 വയസ്സായ പെണ്ണാണ്. ഇരിക്കട്ടാ. എന്നാ അവിടെ ഇരുന്ന പിന്നെ ഇതൊക്കെ ചെയ്ത് പഠിക്കണ്ടേ? ഒരു കുടുംബത്തിൽ പോയി എനിക്ക് ഫോൺ വിളിച്ച് ഇനി കുറെ പേരൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. ഇത് അതൊന്നല്ല കേട്ടോ, മുങ്ങുക. ആ പിന്നെ മുങ്ങുന്നു. ഞാൻ ചെയ്യേണ്ട കാര്യം പിന്നെ അവള് ചെയ്യും. എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ. അത് ഒരു കാര്യങ്ങൾ പിള്ളേർ വളർന്നു പറഞ്ഞോ. കൈ മുറിക്കല്ലേ കുഞ്ഞെ? ഡിസ്ലൊക്കേറ്റ് ഒക്കെ ശരിയോ? ഇവിടെ വന്നേ. ഇത് ശരി, കൊറേ നേരമായി ആ പച്ചക്കറിയിൽ തഴുകിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. നോക്കി പിടിക്കാവോ? കൊറേ അങ്ങനെ തറയിൽ ശീലിക്കാഞ്ഞിട്ടാ. നോക്കി നോക്കി നോക്കി. ചായ ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നേന്ന്. ഇങ്ങോട്ട് വാ. ഞാൻ അവിടെ പുറകെ വെള്ളം വിടുമോ? എന്താ 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 വ്യക്തമായിട്ട് പാചകക്കാർക്കുള്ള വെള്ളം തിളപ്പിച്ച എടുക്കാൻ പോകണം. പാടാ. എന്ത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, സപ്തതി കഴിയുന്ന വരെ ഒരാൾ ഒരു തുള്ളി വെള്ളം കഴിക്കാൻ ഇല്ല ഇല്ല കുടിച്ചിട്ടില്ല. ഞാൻ അവിടെ അവരുടെ സഹായം അവിടെ നീ എന്തൊരു വിലയെ കാണിച്ചത്? നല്ലൊരു കാര്യം ഇവിടെ നടക്കും. നീ എന്തോടെ കാണിച്ച? നീ ഞാൻ ഡ്രിങ്ക് വെച്ച പോലെ നീ
ഞാൻ മാറിയതിരുന്നു വാ. നല്ല ഞാൻ പറഞ്ഞതാണ് നല്ലൊരു കാര്യം ഇവൻ കൊണ്ടുവന്ന് എന്തോ ചെയ്ത് വെക്കാനാന്ന് പറ ദൈവമേ. നല്ലൊരു കാര്യം പോയി. നീ എല്ലാം നോക്കി വേണം ഉള്ളവരെ പോയി. എന്താ ഈ ദൈവമേ ഞാൻ പറഞ്ഞതാണ് ഇത് കഴിഞ്ഞാൽ ഞാൻ കാണാം. ഇതൊരു നല്ല വിഷയമായിട്ട് തുടരുതെന്ന്. നല്ലൊരു കാര്യം എന്തോ പറയാൻ സാരമില്ല, ഒരു ദിവസമല്ലേ പോട്ടെ. എന്റെ കുഞ്ഞ് ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളാണ് ഇതിന്റെ ഇടയിൽ ഇതെല്ലാം കൂടെ. ഇതിനേക്കായി നല്ല കെങ്കമായിട്ട് എന്റെ ചെറുക്കന്റെ കല്യാണം നടക്കേണ്ടത്. ആ റൂബി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച തെക്കടത്തെ അവക്കാണെങ്കിൽ എന്റെ ദൈവമേ അവനെ മതി. അവനിൽ അരച്ചിട്ടാണോ എല്ലാവർക്കും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അവൻ ഈ കുണിയും പോകുമ്പോ അവനെ മതി. ഈ കോന്തനാണെങ്കിൽ ഇവളെ മതി. എല്ലാം കൊണ്ട് ഇപ്പൊ എന്റെ ചെറുക്കൻ നശിച്ച് എല്ലാം കൊണ്ടും ആര് പറയാനാ എന്റെ ദൈവമേ. അതൊക്കെ വിധിയാ. നല്ലൊരു ചെറുക്കനല്ലായിരുന്നു. ആ പെണ്ണാന്നിക്കോ അവിടെ ദൈവമേ UK ഇരുന്നങ്ങ് സമ്പാദിക്കുമോ. അവള് കെട്ടിയ ചെറുക്കനാന്നിക്കോ ഒരു ജോലി ചേരട്ട കഴിഞ്ഞ അതാ എന്തുവാ നിങ്ങളുടെ മോനെ UK കൊണ്ടുപോയെന്ന്. കൊണ്ടുപോയാ ചെറുക്കൻ ഇപ്പൊ തൂക്കുകയറ് കിട്ടിയേന്. UK കൊണ്ടുപോയത് ഇത് രണ്ടും പള്ളി സെമിത്തേരിയിലും കിടന്നേന്. എന്റെ അടുത്തൊക്കെ പറയാൻ വരുന്നത് എന്നെ വേണം ആദ്യമേ ചവിട്ടാൻ. കൊച്ചപ്പച്ച അവിടെ ഇരുന്ന് ഉറങ്ങാൻ കിടന്നുറങ്ങി. ഇയാളെന്തിനാ അവിടെ ഇരുന്ന് ഉറങ്ങുന്നേ? ഇത് കേറി പോയില്ലേ ഇതുവരെ? മരുന്നൊക്കെ എടുത്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇവിടെ ഇരുന്നാലെങ്കിൽ അത് അവിടെ ഇരുന്ന് തൂങ്ങിയേന്. ഇപ്പൊ വാചകം ഓടിച്ചോണ്ട് പോന്നു. ഒന്നിനും കൊള്ളത്തില്ല. നാക്ക് മാത്രമുണ്ട്. നാക്ക് മാത്രം. എങ്ങനെ അവിടെ നിൽക്കുന്നു ഇവരുടെ? എനിക്ക് അറിയത്തില്ല. അല്ല അവരെങ്ങനെ നിൽക്കുന്നു? നമ്മൾ ഈ നടക്കാത്ത പരിപാടിക്കൊന്നും നിൽക്കരുതേ. ആ മരുന്നും വലിച്ചോണ്ട് മുറിക്കാത്ത കയറി പാവുള്ളതിന് എന്തോ പറയാനാന്ന് പറയുന്നത്. നാക്കങ്ങ് താന്നായിരുന്നെങ്കിൽ അല്ല ചെരവേടെ തിരുമാൻ പറ്റുന്നില്ല. ഇതൊരു സന്തോഷമല്ലേ മക്കള്? ശരിയാ വാര് പറഞ്ഞണക്കെ നമ്മളെല്ലാരോടും ഇതുപോലെ ഒത്തുകൂടി എത്ര നാളായി. അതെ, ഓർമ്മയിൽ പോലും അങ്ങനെ ഒരു ദിവസമില്ല. സത്യം. ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് എല്ലാരും ഒത്തുകൂടി. ഇനി എന്നായിരിക്കും ഇതുപോലെ എല്ലാരും കൂടി ഒത്തുകൂടുന്നത്? ഓ ഇനി എന്നാ? ഇനിയിപ്പോ ഒരു വിശേഷം, ഒരു സന്തോഷമുള്ള ദിവസം. അതിപ്പോ എന്നാ Audience